കായേന് ഭാര്യയെ എവിടുന്ന് കിട്ടി? നിങ്ങളിത് ചോദ്യം നിലവിലുള്ള ഏതെങ്കിലും ഒരു വേദാധ്യാപകനോടോ അപ്പോളജിസ്റ്റിനോടോ ചോദിച്ചാൽ കൃത്യമായി അവർ മറുപടി തരും. അത് ആദം എന്ന് പറയുന്ന ആളിന്റെ ആദ്യത്തെ മകൻ കയനാണ്, മറ്റൊരു മകൻ ഹവേലാണ്. എന്നാൽ അവർക്ക് ധാരാളമായ പെൺകുട്ടികൾ ജനിച്ചു. അനേക വർഷങ്ങൾ കൊണ്ട് അനേക കുഞ്ഞുങ്ങളുടെ മക്കളും ഒക്കെ ജനിച്ചു. ഇങ്ങനെ ജനിച്ച പെൺകുട്ടികൾ, അതായത് കായന്റെ സഹോദരിമാർ തന്നെയാണ്, അല്ലെങ്കിൽ കായന്റെയും ഹാബേലിന്റെയും സഹോദരിമാരായിരുന്ന പെൺകുട്ടികളാണ് കായന്റെ ഭാര്യയായി എന്ന് യാതൊരു ഉളുപ്പും കൂടാതെ, ലജ്ജ കൂടാതെ ഇവിടുത്തെ നിലവിലുള്ള എത്തിസ്റ്റിന്റെ യുക്തിവാദികളുടെ മുമ്പിലും ഒക്കെ വേദപുസ്തകത്തിൽ തെളിയിക്കുന്ന ആളുകൾ സംസാരിക്കുന്ന വീഡിയോ നമ്മുടെ യൂട്യൂബിലുണ്ട്. അപ്പൊ കായൻ എവിടുന്ന് കല്യാണം കഴിച്ചു? കായൻ സ്വന്തം പെങ്ങളെ കല്യാണം കഴിച്ചു. അപ്പൊ ദൈവം ആരാന്ന് ചോദിച്ചാൽ ആ ദൈവത്തിന് അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നു. അത് അങ്ങനെ ആയിരുന്നു. തുടക്കത്തിൽ ദൈവം അങ്ങനെ ആയിരുന്നു. പിന്നെ ദൈവത്തിന്റെ സ്വഭാവം മാറി. ഇങ്ങോട്ട് വരുന്ന വഴി ദൈവം പിന്നെ മാറ്റി കൊടുത്തു. ഇങ്ങനെയുള്ള ന്യായങ്ങൾ നിരത്തി നമ്മുടെ ആളുകൾ അപഹാസ്യരാകുന്ന ചിത്രം നമുക്ക് ഇന്നത്തെ ആധുനിക ലോകത്ത് വളരെ സുലഭമായി ദർശിക്കാവുന്നതാണ്. കാരണം ദൈവവചനത്തെ സംബന്ധിച്ച ഒരു ബോധം, കൃത്യമായ ബോധ്യം പലർക്കും ലഭ്യമാകുന്നില്ല എന്ന് ഞാൻ കരുതുന്നു. അല്ല, അങ്ങനൊരു അനുഭവം ലഭ്യമായെങ്കിൽ പോലും നമ്മൾ നിലവിൽ നിൽക്കുന്ന സമൂഹത്തെ ഭയന്നോ, നിൽക്കുന്ന സംഘടനയുടെയും അതുമായി ബന്ധപ്പെട്ട ജനത്തിന്റെയും ആനുകൂല്യം നഷ്ടപ്പെട്ടു പോകുമോ എന്നും ഭയപ്പെട്ട് മനുഷ്യരെ പ്രീതിപ്പെടുത്താൻ അത് മറച്ചു വെക്കുന്നു എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് കായനോ ഹാബേലോ ഇവരാരും തന്നെ വിവാഹം കഴിച്ചത് അവരുടെ സ്വന്തം പെങ്ങളെ അല്ല എന്നും, വിശുദ്ധ വേദപുസ്തകം ആരംഭം മുതൽ രക്തസംബന്ധമായ വൈവാഹിക ബന്ധം നിഷേധിക്കുന്നു എന്നും നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഒരു പ്രധാന കാര്യം മാത്രം വിശദീകരിക്കും. ബാക്കിയുള്ള ഒരുപാട് ഭാഗങ്ങളുണ്ട്. അതിലേക്കൊക്കെ നമുക്ക് പോകുന്ന യാത്രയിൽ മനസ്സിലാക്കി തരാൻ ശ്രമിക്കാം. ആരംഭമായി ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ ഉൽപ്പത്തി പുസ്തകം ഒരിക്കലും പ്രപഞ്ച സൃഷ്ടിയുടെ പുസ്തകം അല്ല. അത് മെഷിയ കാക്കു പറഞ്ഞാലും, ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞാലും, ഇന്നത്തെ ആധുനിക ലോകത്തെ ശാസ്ത്രജ്ഞന്മാർ ആര് പറഞ്ഞാലും, സ്റ്റീഫൻ ഹോക്കിങ്സ് പറഞ്ഞാലും നമുക്കതിൽ കൂടുതൽ പോകേണ്ട ആവശ്യമില്ല. അതിനെ പിന്താങ്ങേണ്ട ആവശ്യവുമില്ല. കാരണം ഈ കാണുന്ന മുഴുവൻ പ്രപഞ്ചവും കോടാനുകോടി നക്ഷത്രങ്ങളും ഗാലക്സികളുമുള്ള ഈ അനന്തമായ ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത് നാം സേവിക്കുന്ന നമ്മുടെ ദൈവമാണെന്നും, അവൻ തൻ്റെ വചനത്താൽ ഇവയൊക്കെ ഉളവാക്കിയെന്നും, അവൻ തൻ്റെ ശക്തിയുള്ള വചനത്താൽ ഇവയൊക്കെയും വഹിക്കുന്നു എന്നും നാം പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നു. അപ്പൊ ദൈവം സൃഷ്ടിതാവാണ് എന്നതിൽ ഒരു തർക്കവുമില്ല. എന്നാൽ വിശുദ്ധ തിരുവെഴുത്ത് ഉൽപ്പത്തി ആരംഭിക്കുമ്പോൾ ആ 1-ാമത്തെ അധ്യായത്തിന്റെ വിവരണം പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ചുള്ളത് ആണ് എന്ന വാദം തികച്ചും ചിന്തിക്കാൻ വേണ്ടി മുൻപിൽ കൊണ്ടുവരേണ്ട ഒരാശയമാണ്. യങ് ക്രിയേഷണലിസ്റ്റ്, അതായത് ഈ ഭൂമി ആരംഭിച്ച ശേഷം വളരെ കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ എന്ന് വാദിക്കുന്ന അനേക വേദപണ്ഡിതന്മാരുണ്ട്. ഞാൻ മനസ്സിലാക്കിയ ഒരു പ്രധാന കാര്യം പറയാം. ഒരുപാട് വൈരുദ്ധ്യങ്ങൾ യഹൂദ മതത്തിലുണ്ട്. പരീശന്മാരും ശാസ്ത്രിമാരും തമ്മിൽ പല വിഷയങ്ങളിൽ തർക്കങ്ങളുണ്ടായിരുന്നു. സാദൂക്യരും ഹെരോദ്യരും പരീശന്മാരും തമ്മിൽ ഉപദേശ സംബന്ധമായ പല വൈരുദ്ധ്യങ്ങളുണ്ടായിരുന്നു. ഇവരാരും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ദുരുപദേശമാണെന്ന് പറഞ്ഞിട്ടില്ല. അത് ഏറ്റവും കൂടുതൽ പറയുന്ന ജാതി ഒരു കാട്ടുജാതി അല്ലെങ്കിൽ ഒരു പ്രാകൃത മനുഷ്യന് താമസിക്കുന്ന സ്ഥലം നമ്മുടെ കേരളമാണ്. അത് കേരളത്തിലെ മതത്തിന്റെ ഭ്രാന്ത് പിടിച്ച ആളുകളാണ്. ഏതെങ്കിലും ഒരാശയം വ്യത്യസ്തമായി പറഞ്ഞാൽ അതിനെ ദുരുപദേശം എന്ന് പറയും. എന്നാൽ നമ്മൾ കാണുന്ന വെസ്റ്റേൺ കൺട്രികളിലൊക്കെ, യൂറോപ്പിലോ അമേരിക്കയിലോ മറ്റിതര സ്ഥലങ്ങളിലൊക്കെ ഇതിനൊരു സ്കൂൾ ഓഫ് സ്റ്റഡീസിനെ പറയും.
അവർക്ക് പരസ്പരം ബഹുമാനിക്കാൻ അറിയാം. ഇന്നത്തെ ഇപ്പം ഞാൻ ഈ സംസാരിക്കുമ്പോൾ കേൾക്കുന്നത് ബഹുഭൂരിപക്ഷം ആളുകൾക്കും ഒരുപക്ഷെ ഞാൻ പറയുന്നത് മനസ്സിലാകും. എന്നാൽ ഇതിനകത്ത് കുറച്ചാളുകൾ, കുറെ തുരുമ്പുകൾ, ആ തുരുമ്പുകൾക്ക് ബോധവും കാണത്തില്ല, പൊക്കണവും കാണത്തില്ല, ബഹുമാനിക്കാനും അറിയത്തില്ല. സംസ്കാരശൂന്യരായ കുറെ ആളുകൾ ഇത് കേൾക്കും. അവർക്ക് ഇത് സഹിക്കാൻ പറ്റത്തില്ല. അവർക്ക് വേണ്ടിയും കൂടെ തന്നെ ഞാൻ ഇത് സംസാരിക്കുന്ന കാരണം നിങ്ങൾ കുറച്ചും കൂടെ മര്യാദ പുലർത്തണമെന്ന് ഓർമ്മിക്കുന്നു. കാരണം ഞാൻ ഓപ്പണായിട്ട് പറയാം, നമ്മളെ ഒരാളെ നോക്കിയിട്ട്, ഈ സ്കൂളിൽ പോലും പഠിക്കാത്ത ഒരുത്തൻ സ്കൂളിൽ പോകുന്ന ഒരുത്തനെ നോക്കിയിട്ട് മന്ദബുദ്ധി എന്ന് വിളിക്കുന്ന പോലെ എനിക്ക് പലപ്പോഴും ചിലപ്പോൾ തോന്നാറുണ്ട്. ബൈബിൾ ഒരു പ്രാവശ്യം പോലും വായിക്കാത്ത ആളുകൾ നീ പോയി ബൈബിൾ വായിക്കടാ എന്ന് എനിക്ക് കമന്റ് തരുന്നതിനകത്ത് എനിക്ക് ലജ്ജയുണ്ട്, നാണക്കേട് തോന്നാറുണ്ട്. ഞാൻ നിങ്ങളെ നന്നാക്കാൻ വേണ്ടി പറയാം, പ്രിയപ്പെട്ടവരെ, അല്പം മര്യാദയോടെ നിങ്ങൾ ഇടപെടണം. അപ്പൊ ഞാൻ ഇത് പറയുമ്പോൾ ഉടനെ ചാടിക്കൊണ്ടുവരും, ആദിയിൽ ഒരു മനുഷ്യനിൽ നിന്ന് ദൈവം ഉണ്ടാക്കി, എല്ലാ വാക്യവും എനിക്കറിയാം. നിങ്ങൾ എടുക്കാൻ പോകുന്ന വാക്യങ്ങളൊക്കെ നേരത്തെയും അതിനപ്പുറത്തും ഇപ്പുറത്തും എല്ലാം ധ്യാനിച്ചത്. ആദമല്ല ആദ്യത്തെ മനുഷ്യൻ എന്ന് ഞാൻ പറഞ്ഞാൽ ഉടനെ ഇപ്പോൾ തന്നെ ചേട്ടന്മാർ നേരെ അപ്പോസ്തലപ്രവൃത്തി 17 പോകുമെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. പിന്നെ വേണമെങ്കിൽ റോമാലേഖനത്തിലേക്ക് പോകും, വേണമെങ്കിൽ പഴയ നിയമത്തിലെ പല പ്രവചന പുസ്തകങ്ങളിലേക്ക് പോകും. ഇങ്ങനെ ഓടാൻ ഭയങ്കര സാധ്യത, കാരണം നമ്മൾ റെഫറൻസ് കൊണ്ട് യുദ്ധം ചെയ്യുന്നവർ. എൻ്റെ ചേട്ടന്മാരെ, സഹോദരന്മാരെ, പാസ്റ്റർമാരെ, നിങ്ങൾ ആ പോകുന്ന വചനങ്ങളെല്ലാം നമ്മൾ നോക്കിയ ശേഷമാണ് ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നത്. അപ്പം ഒരു മെസ്സേജ്, ഇപ്പം ഞാൻ ഈ പറയുന്ന മെസ്സേജ് ഒക്കെ നിങ്ങളുടെ മുമ്പിൽ എത്തുമ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ ദൈവാത്മാവ് എൻ്റെ ഹൃദയത്തിൽ തോന്നിപ്പിച്ചൊന്നുമല്ല. എത്രയോ മണിക്കൂറുകളോ ദിവസങ്ങളോ മാസങ്ങളോ ഒരുപക്ഷെ വർഷങ്ങളോ ആയി ചിന്തിച്ച് വരുന്ന ചില ചിന്തകൾ, അത് നല്ല കൺഫർമേഷൻ വന്നെങ്കിൽ മാത്രമേ നമ്മളത് പൊതുജനത്തിന് കൊടുക്കാം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ടത്, ആദമാണോ ഭൂമിയിലെ ആദ്യത്തെ മനുഷ്യൻ? ആരംഭമായിട്ട് ഞാൻ പറഞ്ഞു, ഉൽപ്പത്തി പുസ്തകം ഒരിക്കലും പ്രപഞ്ച സൃഷ്ടിയുടെ പുസ്തകം. ഉൽപ്പത്തി പുസ്തകം എന്ന് പറയുന്നത്, 1-ാമത്തെ അധ്യായം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഉടമ്പടിയുടെ സൃഷ്ടി. ഇതിനെക്കുറിച്ച് ഞാൻ അടുത്ത വീഡിയോയിൽ വീണ്ടും പറയും. ഉടമ്പടിയുടെ സൃഷ്ടിയാണ്. ദൈവം തനിക്കായി ഒരു ഉടമ്പടിയെ സ്ഥാപിക്കുന്നു. ആ സൃഷ്ടിയുടെ ഓർഡറാണ് നമ്മൾ ഈ 7 ദിവസത്തിൽ കാണുന്നത്. 1-ാമത്തെ ദിവസത്തെ വെളിച്ചത്തെ കൊണ്ടുവരുന്നു, ഒടുവിലത്തെ ദിവസത്തിൽ വിശ്രമം കൊണ്ടുവരും. വെളിച്ചം കൊണ്ടുവന്ന് ആരംഭിച്ചിട്ട് ഒടുവിൽ ദൈവവും മനുഷ്യരും തമ്മിൽ ഒരുമിച്ച് വിശ്രമിക്കുന്ന സാബത്തിലേക്ക് എത്തുന്ന ഉടമ്പടിയുടെ ഓർഡറാണ് ഉൽപ്പത്തി 1. അല്ലാതെ പ്രപഞ്ചം സൃഷ്ടിച്ചതിന്റെ 7-ാം ദിവസം പോയി ക്ഷീണിച്ചുറങ്ങിയ ദൈവത്തെ അല്ല ഇവിടെ കാണുന്നത്. സാബത്ത് എന്ന് പറയുന്ന ആ നിയമത്തെ, യഹൂദന്റെ പ്രമാണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമാണങ്ങളൊന്നും എല്ലാ ജാതികളിൽ നിന്ന് നിങ്ങളെ വ്യത്യസ്തരാക്കുന്നു എന്നാണ് ദൈവം സാബത്തിനെ കുറിച്ച് ഇസ്രായേലിനോട് പറയുന്നത്. നമുക്കത് പുറപ്പാട് പുസ്തകത്തിൽ വായിക്കാനായിട്ട് പറ്റും. അതിന്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ, സാബത്ത് എന്നൊരു നിയമം കൊണ്ടുവരാൻ വേണ്ടി, ആ നിയമവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ വേണ്ടി ദൈവം സൃഷ്ടിയെ 6 ദിവസത്തിൽ ഒതുക്കി 7-ാം നാളിനെ ശബത്തായിട്ട് ആചരിക്കുവാൻ പറഞ്ഞു. ദൈവവും തന്റെ മനുഷ്യനും ഒരുമിച്ച് വിശ്രമിക്കുക എന്ന് പറഞ്ഞാൽ ഡ്വെല്ലിംഗ് ഈച്ച് അതർ, ദാറ്റ് ഈസ് മ്യൂച്വൽ ഇൻഡ്വെല്ലിംഗ്. സാബത്ത് ഈസ് മ്യൂച്വൽ ഇൻഡ്വെല്ലിംഗ് എന്ന് നിങ്ങൾ മറക്കരുത്. ദൈവം മനുഷ്യനിലും മനുഷ്യൻ ദൈവത്തിലും വിശ്രമിക്കുന്ന ഡ്വെല്ലിംഗ്, ആ ഒരു മനോഹാരിതയാണ് നമുക്ക് സാബത്തിൽ ദർശിക്കാൻ പോകുന്നത്. അപ്പം 6 ദിവസത്തെ സൃഷ്ടി എന്ന് പറയുന്നത് കവനന്റൽ ഓർഡറാണ്. അത് ഓൾഡ് ക്രിയേഷന്റെ ഓർഡറാണ്. ഓൾഡ് ക്രിയേഷൻ ഓർഡറാണ് ഉൽപ്പത്തി 1-ാമത്തെ അധ്യായം. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം പറയാം. ഞാൻ കായേന് ഭാര്യ എവിടുന്ന് കിട്ടി, ഹാബേൽ എവിടുന്ന് കല്യാണം കഴിച്ചു, സ്വന്തം പെങ്ങളെ കയറി കല്യാണം കഴിച്ചു. സത്യം പറയുന്നത് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അരോചകവും ലജ്ജാവഹവും കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത ചില പദങ്ങളാണ്. നമ്മുടെ സ്വന്തം സഹോദരിയോ നമ്മുടെ മാതാവോ നമ്മുടെ ഭവനത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ രക്തബന്ധത്തിലുള്ള ഏതെങ്കിലും ഒരു സ്ത്രീകളോ ഈ ഒരു നിലയിൽ നമ്മൾ ചിന്തിക്കുന്നത് ഇന്നത്തെ ആധുനിക ലോകത്തെ മനുഷ്യർക്ക് വെറും നാണക്കേടും ലജ്ജയും തോന്നുന്നു ബോധമുള്ളവർ. എങ്കിൽ സകലവും സൃഷ്ടിച്ച് ജ്ഞാനിയായ സർവത്തിന്റെയും ഉടമസ്ഥനായ സർവജ്ഞാനിയായ ദൈവത്തിന് ശരി, കായം പോയിട്ട് മൂത്ത മോളെ, കാവേന്റെ മൂത്ത പെണ്ണിനെ കെട്ടിക്കും, അല്ലെ കുഴപ്പമില്ലെങ്കിൽ ഇളയവളെ കെട്ടിക്കും എന്ന് പറഞ്ഞ് വിടുന്ന നിലയിൽ ദൈവം മാനസിക രോഗിയല്ല. നമുക്ക് വേദോസത്തിന്റെ കൃത്യമായ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ട് സംസാരിക്കുന്ന പാമ്പ്, നടക്കുന്ന പാമ്പ്, ഇരിക്കുന്ന പാമ്പ്, ചിരിക്കുന്ന പാമ്പ്, പിന്നെ ടൈപ്പ് ചെയ്യുന്ന പാമ്പ്, ചാറ്റ് ചെയ്യുന്ന പാമ്പ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കാനല്ലാതെ കാര്യങ്ങൾ മനസ്സിലാക്കണം. എപ്പോഴും ശ്രദ്ധിച്ചാൽ മതി, ബൈബിൾ എഴുതുമ്പോൾ അതിനകത്ത് നറേഷൻ വായിക്കുമ്പോൾ ലോകത്തെ ഏറ്റവും വലിയ ജ്ഞാനി വായിക്കാൻ വേണ്ടിയല്ല ഇത് എഴുതിയത്. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞാന്ന് തോന്നുന്നു, നമ്മുടെ എല്ലാം കുഞ്ഞുങ്ങൾ ആദ്യം കണ്ടുവരുന്നത് ഒരിക്കലും നാഷണൽ ജിയോഗ്രഫിക്കൽ ചാനലോ ഡിസ്കവറി ചാനലോ ഒന്നും അല്ല. നാസയുടെ എന്തോ പറയുന്നത്
ഉപഗ്രഹ വിക്ഷേപണമൊന്നുമല്ല അവർ കാണും. അവർ ആദ്യം കാണുന്നത് ടോമാഞ്ചെറി, പൂപ്പി. നമുക്കറിയാം പൂപ്പി എന്ന് പറഞ്ഞാലേ ഒരു പൂച്ചക്കുട്ടി. ആര് പറഞ്ഞു മ്യാവൂ, ഞാനാ നിങ്ങളുടെ കാത്തു. അപ്പൊ പിള്ളേർ പണ്ട് പാടുവാനും ഈ ആര് പറഞ്ഞു മ്യാവൂ, ഞാനാ നിങ്ങളുടെ കാത്തു എന്ന് പറയുന്ന പോലെയാണ് ആക്ച്വലി നമ്മൾ ഈ ഉൽപ്പത്തി പുസ്തകത്തിന്റെ 3-ാം അധ്യായമൊക്കെ മനസ്സിലാക്കേണ്ടത്. കൊച്ചാളിന് മനസ്സിലാവണം. അപ്പം ഇവരോട് ഇത് ഇങ്ങനെ ആ നിലയിലാണ് ഇവരെ പഠിപ്പിക്കുന്നത്. അപ്പൊ ദൈവം ഇന്നത് സൃഷ്ടിച്ചു, ദൈവം ഇന്നത് സൃഷ്ടിച്ചു, ഡിവൈഡ് ചെയ്തു, ഓർഡർ ചെയ്തു, അങ്ങനെ തോട്ടം വന്നു, തോട്ടത്തിൽ പാമ്പ് സംസാരിക്കുന്നു. ഇങ്ങനെ അതൊരു ഒരു 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 കാർട്ടൂൺ കഥ പോലെയാണ് അത് അവതരിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ വളർന്ന ശേഷം നിങ്ങൾ ഇപ്പം ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ചെറിയ പ്രായത്തിൽ ഇപ്പം ഞാൻ എൻ്റെ കുഞ്ഞു മക്കളെ അവരെ ഫുഡ് കഴിപ്പിക്കുമ്പോൾ ഉറക്കുമ്പോഴൊക്കെ ഈ പൂപ്പി ഇടുമായിരുന്നു. അപ്പൊ പാട്ട് ഞാനും അവരുടെ കൂടെ പാടുമായിരുന്നു. അപ്പൊ ഇന്നും വയസ്സ് കുറെ ആയിട്ട് ഞാനും ഇന്നിരുന്നിട്ട് രാവിലെ ഇരുന്നിട്ട് കാർട്ടൂൺ കണ്ടിട്ട് എന്തുവാ എന്തുവാ കുറുക്കും ഇങ്ങനെ വായിലെടുത്തിട്ട് ആര് പറഞ്ഞു ഞാൻ നിങ്ങളുടെ കാത്തു ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പാമ്പ് വന്നു, പാമ്പ് സംസാരിച്ചു. ഹല്ലേലൂയ, പ്രിയമുള്ള ദൈവമക്കളെ, തോട്ടത്തിലെ പാമ്പ് സംസാരിച്ചു, നമ്മുടെ പൂപ്പി സംസാരിച്ചു. പൂപ്പി താണ്ടെ പിണങ്ങി പോയിരിക്കുന്നു, കൊയ്യമ്മ ഓടിവാ. ഇങ്ങനെ വീണ്ടും കാർട്ടൂൺ പഠിപ്പിക്കണമെങ്കിൽ നിങ്ങൾ ഒന്നീ മാനസികമായി വളർന്നിട്ടില്ലെന്ന് ശ്രദ്ധിക്കും. ഇപ്പൊ വേർഡ് ഓഫ് ഗോഡിനെ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തോ വിചാരിച്ചാലും കുഴപ്പമില്ല. അങ്ങനെ ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം ആദമ് ആദ്യത്തെ മനുഷ്യനാണ്. ഇത് വലിയ സബ്ജക്റ്റാണ്. കായന്റെ മക്കൾക്ക് കായന് ഭാര്യ എവിടെ നിന്ന് കിട്ടിയെന്നുള്ളത് നമുക്ക് സ്വന്തമായിട്ട് ഭാര്യ എവിടെ നിന്ന് കിട്ടിയെന്ന് അന്വേഷിക്കുന്നതിനേക്കാളും വലിയ പാട്. ഞാൻ എന്നോട് വലിയ കായൻ എവിടുന്ന ഭാര്യ കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ നിനക്ക് എവിടുന്ന ഭാര്യ എന്ന് കിട്ടിയെന്ന് ആദ്യം പോയി നോക്ക്. അതുപോലൊക്കെ തന്നെയുള്ളെന്ന് ഞാൻ പറഞ്ഞു വിടാറുണ്ട്. മുമ്പൊരിക്കൽ ഒരു ദൈവാസനോട് ദേഷ്യപ്പെട്ടു, കായന് ആദ്യ മനുഷ്യനാണ്, കായന്റെ ഭാര്യ ആദമിന്റെ മോള് തന്നെയാണ്. ഞാൻ പറഞ്ഞു, നിന്റെ വീട്ടിൽ നിനക്ക് ആമ്പിള്ളേർ വളർന്നു വരുമ്പോൾ നിന്റെ വീട്ടിലെ പെണ്ണിനെ അന്വേഷിക്കാൻ നിന്റെ വീട്ടിനകത്താനാണ് ആണോ? വേദോസം നിങ്ങളെല്ലാം പ്രമാണത്തിന് വേണ്ടി ഇരിക്കുന്നവരുണ്ട്, ദൈവത്തിന്റെ വചനം മാറാത്ത വചനം അങ്ങനെയൊക്കെ പറയുന്ന ആളാണെങ്കിൽ മൂത്ത മോനെ കല്യാണം കഴിക്കാൻ നിന്റെ വീട്ടിൽ പ്രായപൂർത്തിയായ മോളെ നോക്കുവോ? അത് ദൈവത്തിന് തുടക്കത്തിൽ 2-3 പെമ്പിള്ളേരെ അഡീഷൻ സൃഷ്ടിച്ചവിടായിരുന്നു. അതെന്താ ഒരാളിൽ നിന്ന് മാത്രമേ വരാൻ പാടുള്ളൂ? മനസ്സിലാക്ക്. ദൈവം ഗോഡ് ഈസ് നോട്ട് ദ ഗോഡ് ഓഫ് ഇൻസെസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്നവനല്ല ദൈവം. അത് ദൈവം അത് നേരെ അത് കുറെ കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞിട്ട് അത് വലിയ എബ്രായ പണ്ഡിതനാണ്. ഞാൻ പണ്ഡിതൻ എന്ന് പറയുമ്പോൾ ആരാന്ന് മനസ്സിലാക്കുന്നു. പണ്ഡിതൻ പറയുക, അത് ആദമിനെ സൃഷ്ടിച്ചപ്പോൾ ദൈവം വിവാഹത്തെ കുറിച്ച് പറഞ്ഞിരുന്നില്ല. ആര് പറഞ്ഞില്ലെന്ന്? ആദാമിനെയും ഹവ്വയെ സൃഷ്ടിച്ച ആ നിമിഷം മുതൽ വിവാഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, മാരേജിനെ കുറിച്ച്. പുരുഷൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരുമെന്ന് കൃത്യമായ നില ആദമിനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചോദിക്കും, ആദമിന് അപ്പനും അമ്മയുണ്ട്? ആദമിന് അപ്പനും അമ്മയുണ്ട്. ഹവ്വയ്ക്ക് അപ്പനും അമ്മയുണ്ട്? ഹവ്വയ്ക്കും അപ്പനും അമ്മയുണ്ട്. ആദ്യം മനസ്സിലായി. അല്ലാതെ ചുമ്മാതെ വെറുതെ തമാശക്ക് വെറുതെ ഇരിക്കട്ടെ. ആദം എന്തായാലും പഴയ നിയമത്തിൽ പുതിയ നിയമത്തിൽ ഇനി ആളുകൾ സംശയം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ആദം തന്റെ പാപ്പനെയും അമ്മയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരുമെന്ന് ദൈവം പ്രൊഫറ്റിക്കലി എഴുതിയതല്ല. ആദാമിന് അപ്പനും ഉണ്ട്, അമ്മയും ഉണ്ട്. ഹവ്വായിക്ക് അപ്പനും ഉണ്ട്, അമ്മയും ഉണ്ട്. കായൻ തന്റെ ഭാര്യയെ കണ്ടെത്തിയത് തന്റെ സ്വന്തം വീട്ടിൽ നിന്നല്ല. ദൈവം ഇമാതിരിയുള്ള മൂല്യച്യുതിയുള്ള സംസ്കാരശൂന്യമായ, അതിനെക്കുറിച്ച് ദൈവവചനം പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങളായിരുന്ന മിസ്രീമിലെ നടപ്പ് പോലെ നടക്കരുത്. നിങ്ങൾ ചെന്നെത്താൻ പോകുന്ന കനാനിലും മിസ്രീമിലും എല്ലാം സ്വന്തം വീട്ടിൽ സ്വന്തം പെങ്ങളെ രക്തബന്ധത്തിലുള്ളവരെ വിവാഹം കഴിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. ഈ അറിഞ്ഞ തമ്പുരാൻ തന്നെ ഇസ്രായേലിനോട് പറയുന്നു, ഡോണ്ട് ഡു ദാറ്റ്. അപ്പൊ ദൈവം പുറത്ത് മനസ്സ് മാറ്റിയതാണോ? അങ്ങനെയാണെങ്കിൽ യാക്കോബ് മലാക്കിയുടെ പ്രവചനം 3-ാം അധ്യായത്തിന് 6-ാം വാക്യം എന്ന് പറഞ്ഞ്, യഹോവയെ ഞാൻ മാറാത്തവൻ, അതുകൊണ്ട് യാക്കോബിന്റെ പുത്രന്മാരെ നിങ്ങൾ നശിച്ചു പോകും. ദൈവം മാറാത്തവനാണ്. ഞാൻ ഇന്നൊരു കുഞ്ഞു കാര്യം പറയുന്നുള്ളൂ ഈ വീഡിയോയിലൂടെ. ബാക്കി കാര്യങ്ങൾ അടുത്ത സീരീസ് ഓരോ സെക്കൻഡ് പാർട്ടിൽ ഞാൻ പറയാം. ആദ്യമായി നിങ്ങൾ മനസ്സിലാക്കേണ്ട ട്രൂത്ത്, ഞാൻ പറഞ്ഞല്ലോ, കായന്റെ ഭാര്യ കണ്ടെത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആദ്യം പോടുന്ന ആദ്യത്തെ മനുഷ്യൻ ആയിരുന്നോ ആദമായിരുന്നോ എന്ന് മാത്രം ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇത് പിടികിട്ടും. ആദ്യത്തെ വാക്യം, ബൈബിളിലെ ആദ്യത്തെ വാക്യത്തിലേക്ക് നോക്കി. ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻസ് ആൻഡ് ദി എർത്ത്. The earth was formless and void. Earth was formless and void. ഭൂമി പാഴും ശൂന്യവും ആയിരുന്നു.
ആഴത്തിൻ മീതെ ഇരുളുണ്ടായിരുന്നു. ജസ്റ്റ് 1 minute. ഓക്കെ. ആഴത്തിൻ മീതെ ഇരുൾ ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. Glory to God. Listen to me. ഭൂമി പാഴും, ഈ ഭൂമി എന്ന വാക്കിനെ കുറിച്ച് ഞാൻ വീണ്ടും പറഞ്ഞു. ഭൂമി എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന പ്ലാനറ്റ് അല്ല. പ്ലാനറ്റിനെ കുറിച്ചല്ല ഇവിടെ പറഞ്ഞത്. കാരണം പ്ലാനറ്റ് എന്ന ഗ്രഹം എന്ന നിലയിലുള്ള പഠനം ഈ എഴുതുന്ന സമയത്ത് ആ കാലത്ത് ആർക്കും ഉണ്ടായിരുന്നില്ല. ദൈവത്തിനല്ലെന്നല്ല, മനുഷ്യരെ സംബന്ധിച്ച്. ഭൂമി ഇങ്ങനെ ഉരുണ്ടതായിരുന്നെന്നും അവർ വിചാരിച്ചിരുന്നു. ഇവർ താമസിക്കുന്ന ലാൻഡിന്റെ അപ്പുറത്തെ സൈഡിൽ വേറെ ലാൻഡ് ഉണ്ടെന്ന് ഇവർ താമസിച്ചിരുന്നു. അവർക്കാകെ അറിയുന്ന ലാൻഡ് എററ്റ്സ് എന്ന വാക്കിന്റെ എബ്രായ, ഞാൻ അതിന്റെ ജസ്റ്റ് വാണ്ട് ടു ടേക്ക് യു ടു ദ ഹീബ്രു ലെക്സിക്കൺ. In the beginning, God created the heavens and the earth. Bereshit bara Elohim eight hashamayim ve eight ha eretz. The earth എന്നുള്ളതിന് ha eretz. ഈ ha eretz എന്നതിന് കൊടുത്തിരിക്കുന്ന വേർഡ്, അതിന്റെ ഹീബ്രു അത് കൊടുത്തിരിക്കുന്ന നൗൺ, ഫെമിനിൻ നൗൺ ആണ്. എററ്റ്സ്. ഇവിടെ കൊടുത്തിരിക്കുന്ന കൺട്രി, പ്ലാനറ്റ് എന്നല്ല, കൺട്രി, എർത്ത്, ഫീൽഡ്, ഗ്രൗണ്ട്, ലാൻഡ്, വിൽഡർനെസ്, വേൾഡ്. ഇറ്റ് ഈസ് ദ എർത്ത്. ഒന്നുകൂടെ പറഞ്ഞ ലാൻഡ്, ഭൂപ്രദേശം, ഗ്രൗണ്ട്, ഒരു വലിയ ഗ്രൗണ്ടിനും പറഞ്ഞു വരുന്ന എററ്റ്സ്. ഇവിടെ നമ്മള് ഈ എബ്രായരുടെ തന്നെ ഒരു BDB ഡിക്ഷണറിയിൽ നോക്കുമ്പോൾ കാണുന്നത് എർത്ത്, ലാൻഡ്, അത് ഒത്തിരി കൺസ്ട്രക്ഷൻ അവർ കൊടുത്തിട്ടുണ്ട്. എ ലാൻഡ് വിത്ത് ടെറിട്ടറി, അതായത് ട്രൈബൽ ടെറിട്ടറി. ട്രൈബൽ ടെറിട്ടറി എന്ന് പറഞ്ഞാൽ ഗോത്രങ്ങളൊക്കെ താമസിക്കുന്ന ഒരു ബൗണ്ടറിയെ എന്താ വിളിക്കുന്നു? എററ്റ്സ് എന്ന് വിളിക്കാറുണ്ട്. പീസ് ഓഫ് ഗ്രൗണ്ട്, ഒരു പീസ് ഓഫ് ഗ്രൗണ്ടിനെ എററ്റ്സ് എന്ന് വിളിക്കാറുണ്ട്. ഒരു റീജിയനെ എററ്റ്സ് എന്ന് വിളിക്കാറുണ്ട്. ഒരു കൺട്രിയെ എററ്റ്സ് എന്ന് വിളിക്കാറുണ്ട്. മനുഷ്യർ താമസിക്കുന്ന ഹാബിറ്റൻസ് ഓഫ് എർത്ത്, അതിനെ എററ്റ്സ് എന്ന് വിളിക്കാറുണ്ട്. ഇങ്ങനെ ബൈബിളില് ഭൂമി എന്നതിന് ഒരിടത്ത് പോലും ഗ്ലോബ്, പ്ലാനറ്റ് എന്ന അർത്ഥത്തിൽ കൊടുത്തിട്ടില്ല. ലാൻഡ്. എന്നിട്ട് അടുത്ത് കൊടുത്തിരിക്കുന്നത് സ്പെസിഫിക്കലി, ഇത് ഞാൻ പറയുന്നത് ബ്രൗൺ റിവർ ബ്രിക്സ് എന്ന് പറയുന്ന, ബ്രൗൺ റിവർ ബ്രിക്സ് എന്ന് പറയുന്ന ഡിക്ഷണറിയിലാണ്. അതുപോലെ അവർ പറഞ്ഞിരിക്കുന്നത് കൺട്രി, ടെറിട്ടറി, ഡിസ്ട്രിക്ട്, റീജിയൻ, ട്രൈബൽ ടെറിട്ടറി, പീസ് ഓഫ് ഗ്രൗണ്ട്. പീസ് ഓഫ് ഗ്രൗണ്ട് എന്നൊക്കെ പറഞ്ഞ് ഉൽപ്പത്തി പുസ്തകം 23:15. സ്പെസിഫിക്കലി ലാൻഡ് ഓഫ് കനാൻ ഓർ ഇസ്രായേൽ. Genesis chapter 11 verse 31, 12 verse 1, 12 verse 5, 12 verse 6, Exodus chapter 40 verse 34, Deuteronomy chapter 17 verse 14, ആവർത്തനം 18:9, 2 രാജാക്കന്മാർ 5:2, Deuteronomy 3:20, Deuteronomy 1:21, ജോഷുവ 19:49. ഇവിടെയെല്ലാം ഇസ്രായേലിന്റെ പ്രോമിസ് ലാൻഡിനെ എന്താ വിളിക്കുന്നത്? ലാൻഡിനെ, പ്രോമിസ് ലാൻഡ്, വാഗ്ദത്ത ദേശത്തിനെ വിളിക്കുന്നത് എററ്റ്സ്. അടുത്ത് പറഞ്ഞ ഹാബിറ്റൻസ് ലാൻഡ്. ഞാൻ ഈ പറഞ്ഞ് ശ്രദ്ധിക്കണം, ഹാബിറ്റൻസ് ലാൻഡ്. Habitants lands means in the Leviticus 19 verse 29, Ezekiel 14 verse 13, Deuteronomy 24 verse 4, Zechariah chapter 12 verse 12. ഇവിടെ എല്ലാം തന്നെ ഉപയോഗിക്കുന്നത് മനുഷ്യവാസമുള്ള സ്ഥലം, ഹാബിറ്റൻസ് എർത്ത്. ഗ്രൗണ്ട്, സർഫസ് ഓഫ് ദ ഗ്രൗണ്ട്, സോയിൽ, മണ്ണിൽ നിന്ന്, ഭൂമി, മണ്ണെന്ന് പറയുന്നത് പറഞ്ഞില്ല, സോയിൽ, അതിന് എററ്റ്സ് എന്ന് പറയാറുണ്ട്. ഇങ്ങനെ ഇഷ്ടം പോലെ പീപ്പിൾ ഓഫ് ദ ലാൻഡ്, എററ്റ്സ്, പീപ്പിൾ ഓഫ് ദ എററ്റ്സ് എന്ന് പറയും. ഇങ്ങനെ വേദപുസ്തകത്തില് എററ്റ്സ് എന്ന് പറയുന്നത് ഉപയോഗിച്ചിരിക്കുന്നത് ഒരിക്കലും ഇത് നിങ്ങൾ ഈ ഒരൊറ്റ വാക്ക് മനസ്സിലാക്കാതെ പോയാൽ, വെളിപ്പാട് പുസ്തകത്തിൽ തന്നന്ന താനന്ന തനനന്ന താനന്ന എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടറിയോ?
ഭൂമിയിലുള്ള സകല ഗോത്രങ്ങളും അവരെ കാണും എന്ന് പറഞ്ഞിട്ട് ഇവിടെ കിടന്ന് വലിയ പ്രസംഗിക്കുന്നുണ്ടെന്നറിയും. ഈ ഉൽപ്പത്തി 1:1 ഈ എററ്റ്സ് എന്താണെന്ന് മനസ്സിലാകാത്തതുകൊണ്ടാണ് വെളിപ്പാടി കിടന്ന് ഉരുളുന്നത്. എല്ലാവരും കാണും. 2 സാക്ഷികൾ കൊല്ലപ്പെടും, 3 ദിവസം അവരുടെ ശവശരീരം ഭൂമിയിൽ എല്ലാവരും കാണും. അന്റാർട്ടിക്കയിൽ ഇരിക്കുന്നവരും, ആഫ്രിക്കയിൽ ഇരിക്കുന്നവരും, ഓസ്ട്രേലിയയിൽ ഇരിക്കുന്നവരും, സൗത്ത് അമേരിക്ക, നോർത്ത് അമേരിക്ക, കാനഡ, യൂറോപ്പ്, ചൈന, ആഫ്രിക്കൻ എല്ലാവരും കാണും. എങ്ങനെ കാണും? ഹല്ലേലൂയ! എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമ്മുടെ TV കണ്ടുപിടിച്ചത് അതിന്റെ തെളിവാണ്. Eros means not planet. In the beginning, God created the heavens and the earth. The heavens, Hashamayim, ve'et, ha'eretz, the land, the earth. എവിടെയെങ്കിലും ഭൂമിയെ the earth എന്ന് പറയും. The land, the particular piece of land. The land with territory, the tribal land, the promised land, covenant land. അപ്പം ദൈവത്തിന്റെ ഉടമ്പടിയുടെ പ്രോമിസ് ലാൻഡിന്റെ ആദ്യത്തെ റെവലേഷൻ എവിടെയാണ് കിടക്കുന്നത്? ഇൻ ദ ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 1 വേഴ്സ് 1. ഡു നോട്ട് ഫോർഗെറ്റ് ദാറ്റ്. ഇവിടെ നമ്മൾ അടുത്ത് മനസ്സിലാക്കേണ്ട ഒരു ട്രൂത്ത് ഉണ്ട്. ദി എർത്ത് വാസ് ഫോംലെസ് ആൻഡ് വോയിഡ് and Vaherets Hayat Tohu എന്ന് പറഞ്ഞാൽ ഫോംലെസ്, വാഴായിരുന്നു. Tohu wa bohu means formless and void. I will teach this subject in the next അടുത്ത ഒരു വീഡിയോയിൽ ഞാൻ പറയാം. കാരണം അതിനുവേണ്ടി ഒരു അരമണിക്കൂർ പറയാം. Tohu wa bohu means formless and void. എന്തോ ഈ ഫോംലെസ് ആൻഡ് വോയിഡ്? എനിക്കറിയാവുന്ന എൻ്റെ സ്നേഹിതന്മാരായ വേദ പണ്ഡിതന്മാരായ സഹോദരന്മാരോട് ഞാൻ ചോദിച്ചപ്പോഴൊക്കെ അവരെന്നോട് പറഞ്ഞു തന്നത്, ദൈവം ഈ ഭൂമിയെ ക്രിയേറ്റ് ചെയ്തപ്പോൾ അന്ന് ഭൂമിക്ക് ഈ ഷേപ്പില്ലായിരുന്നു. ആ ഷേപ്പ് ദൈവം വരുത്തിയിരുന്നു. മറ്റേരോട് പറയുന്നു, ദൈവം ഭൂമിയെ സൃഷ്ടിച്ചപ്പോൾ ഭയങ്കരമായിട്ടാണ് സൃഷ്ടിച്ചത്. ലൂസിഫർ അടിച്ച് കുളമാക്കി നശിപ്പിച്ചു. പിന്നെ അതിനെ ഭൂമിയെ പാഴ് ശൂന്യമാക്കി കളഞ്ഞു. വാസ് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് നേരത്തെ നല്ലതായിരുന്നു, അത് ആയിത്തീർന്നു എന്നാണ്. അപ്പൊ ഇതിന്റെ അർത്ഥം ഇത് ലൂസിഫറും കുടുംബം കൊടുത്ത് നാശകോടാലിയാക്കിയാന്ന് പറയുന്നവർ. എനിക്കൊന്ന് ബഹുഭൂരിപക്ഷം ആളുകൾ അങ്ങനെയാ പറയുന്നത്. ആയിക്കോട്ടെ, അതായത് അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലും നിങ്ങൾ പറയുന്നതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. So tohu vabohu means formless and void, and vehosek and hosek means darkness all over. Pene means face. Pene tehovim in the deep of the deep. Face. The Pene Tehovim means the face of the deep. Face of the deep. ആഴത്തിൻ മീതെ, മീതെ എന്നതിന് കൊടുത്തിരിക്കുന്നത് ആൾന്നാണ്. ആഴത്തിന്റെ, നമുക്ക് ഇംഗ്ലീഷ് എങ്ങനെ വായിക്കും? ദ ഫേസ് ഓഫ് ദ ഡീപ്പ് എന്ന് പറഞ്ഞാൽ എങ്ങനെ വായിക്കും? ഫേസ്. പെനെ മീൻസ് ഫേസ് ആണ്, ദൈവത്തിന്റെ മുഖം. പെനീം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ മുഖം. ദൈവത്തിന്റെ മുഖം ഞാൻ കണ്ടു, ദൈവത്തെ മുഖാമുഖം കണ്ടു എന്ന് പറഞ്ഞ സ്ഥലത്തിന് പെനീം. പെനെ മീൻസ് ദ ഫേസ്. സോ ആഴത്തിന്റെ ആ മുഖത്ത്, അതായത് ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നു, there's a darkness in the deep. That means the face was darkened because in the depth was darkness. എന്തോ ഈ പറഞ്ഞു വരുന്നു? എവിടെ ഇരുട്ടുള്ള കാര്യം? എന്താണ് പാഴ് ശൂന്യമായി പോയത്? ബൈബിളിൽ തന്നെ പറഞ്ഞ ദൈവം ഒന്നിനെയും പാഴായിട്ടും ശൂന്യമായിട്ടല്ല സൃഷ്ടിച്ചു. യെസ്. Then what is this? Think of it. ഞാൻ ഇന്ന് പറഞ്ഞ ആദം വാസ് നോട്ട് ദ ഫസ്റ്റ് മാൻ. അതിന് ന്യൂ കവനന്റുമായി ബൈബിൾ കൊണ്ട് തന്നെ വ്യാഖ്യാനിക്കാൻ പോകും. The verse number 3. And God said, ദൈവം പറഞ്ഞു, വേയോമീർ പറഞ്ഞ ദൈവം പറഞ്ഞു,
Elohim, Vayomar Elohim. Let there be a he, Yehina. Let there be. Let there be. Let me go to the mechanical translation. Mechanical translation of Genesis. I want you to know the truth. നിശ്ചയമായിട്ട് നിങ്ങളെ ട്രൂത്ത് മനസ്സിലാക്കി. Verse number 2. Whereas the land had confusions. Tohu vabohu means confusions unfold. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. The water was in the darkness. The darkness was upon the face of the deep water. The wind. ഇവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്? ആഴത്തിന് മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന് മീതെ and God said that. ഞാൻ മൂന്നാം വാക്യം, I'm very sorry, I want to come back to the verse number 2. മൂന്നാം വാക്യമല്ല, രണ്ടാം വാക്യത്തിലേക്ക് പോകണം. മൂന്നാം വാക്യം തീർന്നില്ല. രണ്ടാം വാക്യം തീർന്നില്ല. And the earth was formless and void, the darkness was over the face of the deep, and the Spirit of God, I'm very sorry, I'm just coming back. And the Spirit of God, Ruha, Elohim, was hovering. Merahepet means was Rahab എന്ന് പറയും. റഖാബ് എന്നോ CH പല രീതിയിൽ ഹായും ഖായും എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഐ എം നോട്ട് എ ഹീബ്രു സ്കോളർ. അയ്യോ, എനിക്ക് ABCD പോലും അറിയത്തില്ല. പക്ഷെ ഞാൻ ജസ്റ്റ് റീഡിങ് ഫ്രം ദിസ് ട്രാൻസ്ലിറ്ററേഷൻ ഞാൻ വായിക്കുന്നു. കാരണം അത് ഹീബ്രുവിനെ ഇംഗ്ലീഷിൽ ട്രാൻസ്ലിറ്ററേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് വായിക്കാനായിട്ട് പറ്റുന്ന രീതിയിൽ. റഖാഫ് മീൻസ് റാഖാഫ് എന്ന് വായിക്കും. ഫ്ലട്ടർ എന്ന് പറയും. ഫ്ലട്ടർ, മൂവ്, ഷേക്ക്, ഇങ്ങനെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മറ്റൊരു വാക്ക് ബ്രൂഡ് ചെയ്യുക, അടയിരിക്കുക എന്നൊക്കെ പറഞ്ഞില്ലേ, കോഴി അടയിരിക്കുക. ബ്രൂഡ്, ടു ബ്രൂഡ് ബൈ ഇംപ്ലിക്കേഷൻസ് ടു ബി റിലാക്സ്, ഫ്ലട്ടർ, മൂവ്, ഷേക്ക്, ഇങ്ങനെയാണ് ആ വാക്കിന് കൊടുത്തിരിക്കുന്നത്. റിലാക്സ് എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. There are so many verses are there. ഇവിടെ ഇൻ ദ ഹീബ്രു അത് മെക്കാനിക്കൽ ട്രാൻസ്ലേഷൻ ഉപയോഗിക്കുന്നത് ഇങ്ങനെയാണ്. ആൻഡ് ദ ലാൻഡ് വാസ് എക്സിസ്റ്റഡ് ഇൻ കൺഫ്യൂഷൻ. നമ്മൾ ഈ മലയാളത്തിൽ വാസ് എന്നൊരു വാക്ക് ഉപയോഗിച്ചില്ലേ, എന്തോ, ആൻഡ് ദ ലാൻഡ് വാസ്, ഈ വാസ് എന്ന് കൊടുത്തിരിക്കുന്ന എന്തറിയാമോ? ഹെയ്ത എന്ന് വാക്ക് ഉപയോഗിച്ചില്ലേ. ഹെയ്ത മീൻസ് ദ വാസ് എന്നാണ് വിളിക്കുന്നത്. ഹെയ്ത മീൻസ് എക്സിസ്റ്റഡ്. The earth was the Eretz, the earth, and the earth. Ve എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ and ha എന്ന് പറഞ്ഞാൽ the Eretz എന്ന് പറഞ്ഞാൽ earth, and the earth, ഭൂമി. was എന്ന് കൊടുത്തിരുന്ന ഹൈത, അതിന്റെ ഏൻഷ്യന്റ് ഹീബ്രു മെക്കാനിക്കൽ, അതായത് എബ്രായ വാക്കുകൾക്ക് പുരാതന ലിപി, അതായത് പിക്ചറിന് അർത്ഥം കൊടുക്കുന്ന ട്രാൻസ്ലേഷൻ പറഞ്ഞേക്കുന്നത്, അതിന് കൊടുത്തിരിക്കുന്നത് ദ എർത്ത് ഷീ ഡിഡ് എന്നാണ്. ഷീ ഡിഡ് എക്സിസ്റ്റ്. അതായത് ഷീ എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ, ഈ ഹെറഡ്സ് എന്ന വാക്കിന്റെ പുല്ലിങ്, അതെന്ത് പറയുന്നത്, ജെൻഡർ എന്ന് പറയുന്നത് ഫീമെയിൽ ജെൻഡറാണ്. ഹെറഡ്സ് എന്ന് പറഞ്ഞാൽ ഫീമെയിൽ ജെൻഡർ. അവൾ, ഭൂമി അവൾ എന്ന് പറയുന്ന ആ ഫീമെയിൽ ജെൻഡർ. അപ്പൊ അവിടെ മെക്കാനിക്കൽ ഷീ ഡിഡ് എക്സിസ്റ്റ്. ഷീ ഡിഡ് എക്സിസ്റ്റ് എന്ന് പറഞ്ഞാൽ വാസ് ആയി തീർന്നതല്ല, അതിന് ഇങ്ങനെ ആൻഡ് ദ ലാൻഡ് എറസ് ഹാഡ് ആയിരുന്നു, എക്സിസ്റ്റഡ് ആയിരുന്നത്, ലാൻഡ് ആയിരുന്നത്, ഇൻ കൺഫ്യൂഷൻ ആൻഡ് വാസ് അൺഫിൽഡ്. കെയോസിലും ശൂന്യതയിലുമായിരുന്നു ലാൻഡ് ആയിരുന്നത്, ആയി തീർന്നതല്ല കേട്ടോ. The land had existed. The land had existed. നിലവിൽ ഉണ്ടായിരുന്നത്, had existed. The land had existed in confusion and unfilled. ഭൂമി പാഴും ശൂന്യവും ആയിരുന്നു, ആയി തീർന്നതല്ല. നമ്മളങ്ങനെ ആക്കി തീർന്നു, ആയി തീർന്നു വന്നപ്പോഴാണ് നമ്മൾ ലൂസിഫറിനെ കൊണ്ട് പിടിപ്പിച്ചത്. ആയിരുന്നു. ഫോർമുലസ് ആൻഡ് വോയിഡ്. ഈ ഫോർമുലസ് ആൻഡ് വോയിഡ് തൊഹു വബഹു എന്ന് പറഞ്ഞ എന്താണെന്ന് നമ്മൾ
ലൂസിഫറുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് അത് കുഴപ്പമുണ്ടായി. ഇറ്റ്സ് നോട്ട് ടോക്കിംഗ് ലൈക്ക് ദാറ്റ്. Tohu Bohu means its difference is confusion, chaos, and chaos and unfilled. ഇതൊരു കവനന്റ് ടെർമിനോളജിയാണ്. പാഴും ശൂന്യമായിരുന്നു എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ പറമ്പ് മനുഷ്യന്മാർ കയറാതെ കൃഷി ചെയ്യാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയല്ല. അതല്ല. ഇറ്റ് ഈസ് എ കവനന്റ് ടെർമിനോളജി. ഐ വിൽ ടീച്ച് യു ലേറ്റർ. പിന്നെ ഇതുപോലുള്ള വലിയ കാര്യങ്ങൾ ട്രൂത്ത് നന്നായിട്ടാണ് യു കം ടു ദ സ്കൂൾ. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ പബ്ലിക്കിൽ വന്ന് പറയുന്നതിനേക്കാൾ 100 മടങ്ങ് അധികമായിട്ടുള്ള ഡീറ്റെയിൽ സ്റ്റഡിയാണ് ഇൻ അവർ പ്രൈവറ്റ് സ്കൂൾ. ഇറ്റ് ഇസ് ഓൺലി ഫോർ ദ പീപ്പിൾ ദോസ് ഹു ആർ രജിസ്റ്ററിങ്. അല്ലാതെ ഒറ്റ ആൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കില്ല. ഞാൻ എന്തിനാ ഫ്രീ ആയിട്ട് കൊണ്ട് കൊടുത്തിട്ട് തെറി വാങ്ങിക്കുന്നു? എനിക്ക് വേറെ ജോലിയൊന്നുമില്ല. അങ്ങനെ ഉള്ളവർ വന്നാൽ മതി. ഞാൻ എൻ്റെ ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. You just contact me with WhatsApp and you register it. I'll give you the details and you can join with us. And if you are ready to, if you want it, നമുക്ക് പഴയ previous സ്കൂളിൻ്റെ MP3s are available there. You can go to the deeper part of these whole verses. അങ്ങനെയായിട്ട് പോകാൻ പറ്റും. ഇതൊരു സാമ്പിൾ മാത്രം ഞാൻ നിങ്ങൾക്ക് തരാം. And the land had existed in confusion and the darkness was upon the face of the deep waters, and the wind of Elohim was fluttering upon the face of waters. The wind of യഹോവയുടെ കാറ്റ്, breath, was fluttering എന്ന് പറഞ്ഞാൽ എന്താ? മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് വെള്ളത്തിന്റെ ആത്മാവ്, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന് മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു എഴുതിയിരിക്കുന്നത്. അതിനെഴുതിയിരിക്കുന്നത് ഫ്ലട്ടറി എന്ന് പറഞ്ഞാൽ അതിന്റെ മുകളിലൂടെ ഇങ്ങനെ ഷേക്ക് ചെയ്ത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ നാട്ടിൽ ഫ്ലട്ടറിങ് മീൻസ് എന്താ? ആടി കളിക്കുക എന്ന് പറയത്തില്ലേ? വേണമെങ്കിൽ വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ദിസ് വൺ? അതിന്റെ മുകളിൽ ഇങ്ങനെ ദ ഹോളി ഗോസ്റ്റ് വാസ് ഫ്ലട്ടറിങ് ഓവർ ദ ഫേസ് ഓഫ് ദ വാട്ടർ, മൂവിങ്, ബ്രൂഡിങ്. അങ്ങനെയാണ് നമ്മളത് മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇനി ലെറ്റ്സ് ഗോ ബാക്ക് ടു ദ വേർഡ്. ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന് മീതെ പരിവർത്തിച്ചു കൊണ്ട് ഇരുന്നു. ഇനി പ്രധാനമായിട്ട് ശ്രദ്ധിച്ചു നോക്കിയേ, ആഴത്തിന്റെ മീതെ, ദ ഫേസ് ഓഫ് ദ ഡീപ്പ്. എന്തുണ്ടായിരുന്നു? ദ ഡാർക്ക്നെസ് വാസ് ഓവർ ദ ഫേസ് ഓഫ് ദ വാട്ടർ ഓഫ് ദ ഡീപ്പ്. ആഴത്തിന്റെ മീതെ ഇരുൾ ഉണ്ടായിരുന്നു. നമ്മൾ അവിടെ നിൽക്കാൻ പോകും. നമ്മൾ ആദമിന് മുമ്പ് മനുഷ്യരുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇവിടെയാണ് സ്റ്റോപ്പ് ചെയ്യേണ്ടത്. ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു, വെള്ളത്തിന്മീതെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു. വെള്ളത്തിന്റെ മീതെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ച് കൊണ്ട് ഇരുന്നു. The Holy Spirit was fluttering over the waters. When you read the book of Revelation chapter 18, നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, മർമ്മം മഹദിയാം ബാബിലോൺ, അവളെ കുറിച്ച് പറയുന്നത്, അവൾ വെള്ളത്തിന്റെ മീതെ ഇരിക്കുന്ന ഒരു സ്ത്രീ. വെള്ളത്തിന്റെ മീതെ ഇരിക്കുന്ന ഒരു സ്ത്രീ. പതിനേഴാം അധ്യായം വായിക്കുന്നത്. അപ്പൊ മർമ്മം മഹദിയാം ബാബിലോൺ വെള്ളത്തിന്റെ മീതെ ഇരിക്കും. വളരെ ശ്രദ്ധിച്ചേക്കണം. അപ്പൊ ഉൽപ്പത്തി പുസ്തകത്തിനകത്തെ വെള്ളം ഏതാ? ഉൽപ്പത്തി പുസ്തകത്തിൽ വെള്ളത്തിന് മീതെ ആത്മാവ് പരിവർത്തിച്ചുകൊണ്ട്. You just go and read it. Revelation chapter 17 and 18. ഇതിനകത്ത് മർമ്മം മഹദിയാം ബാബിലോൺ എന്ന വേശ്യാസ്ത്രീ ഇരിക്കുന്ന എവിടെ? വെള്ളങ്ങളുടെ മീതെ. അപ്പൊ വെള്ളങ്ങൾ ആരാ? എന്താണെന്ന് ചോദിച്ചാൽ അവിടെ എഴുതിയിരിക്കുന്നത് ജാതികൾ. അപ്പൊ ഉൽപ്പത്തി പുസ്തകത്തിലത്തെ വെള്ളം എന്താന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എവിടെ പോകണം? വെളിപ്പാട് പുസ്തകത്തിൽ പോകണം, അല്ലാതെ നമ്മൾ അടുക്കളയിൽ പോകരുത്.
അടുക്കളയിൽ പോയാൽ നമുക്ക് കാണാവുന്ന H2O, എന്താ പറയുന്നത്, ഹൈഡ്ര അല്ലേ, വെള്ളമാണ് വാട്ടർ. That's not what the Bible says about it. കാരണം പച്ചവെള്ളത്തിന്റെ പുറത്ത് പരിശുദ്ധാത്മാവിന് എന്ത് കാര്യം? കടലിന്റെ പുറത്ത് ചലിച്ചിട്ട് എന്ത് കാര്യം? പരിശുദ്ധ റൂഹ വെറും പച്ചവെള്ളത്തിന്റെ മുകളിൽ എന്തിന് പരിവർത്തിക്കണം? ജീവനില്ലാത്ത ഒന്നിന്റെ പുറത്ത് ആത്മാവിന് എന്തെങ്കിലും കഥയുണ്ടോ, കാര്യമുണ്ടോ? നമ്മുടെ വീട്ടിലെ പറമ്പിന്റെ പുറത്ത് ആത്മാവ് പരിവർത്തിക്കുവോ? ആത്മാവ് വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ചു എന്ന് പറഞ്ഞാൽ ആത്മാവ് വെള്ളം എന്താണെന്ന് ബൈബിൾ കൊണ്ട് മനസ്സിലാക്കുക. വെള്ളങ്ങളുടെ മീതെ ഇരിക്കുന്ന സ്ത്രീയോ, അവൾ അനേക ജാതികളുടെ മേലിരിക്കുന്നു. ഷീസ് അബൌട്ട് മെനി നേഷൻസ്. അപ്പൊ വാട്ടേഴ്സ് എന്തിനെ കാണിക്കുന്നത്? അനേക ജാതികൾ. അപ്പൊ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ ആഴത്തിൻ മീതെ ഇരുളുണ്ടായിരുന്നു, വെള്ളത്തിന്റെ മീതെ പരിശുദ്ധാത്മാവ്. ഞാൻ ഇങ്ങനെ മനസ്സിലാക്കി തരാം. വെള്ളത്തിന്റെ മീതെ ആത്മാവ് പരിവർത്തിക്കാൻ കാരണം ഈ വെള്ളത്തിന്റെ ആഴങ്ങളിൽ ഇരുട്ടായിരുന്നു. അല്ലെങ്കിൽ ഈ സമുദ്രത്തിന്റെ, ഈ വെള്ളത്തിന്റെ ഫേസിൽ, അതിന്റെ മുഖത്ത് പ്രഭയില്ലായിരുന്നു. കാരണം ഇതിന്റെ ആഴത്തിൽ ഇരുളുണ്ടായിരുന്നു. ദുർവ്യാഖ്യാനം, എന്തോ ഒരു വ്യാഖ്യാനം. എവിടുന്ന് കിട്ടിയടേ? ചാടി വരണ്ട. വെയിറ്റ്. The waters represents the nations, Gentiles, civilizations, nations. Darkness was upon the face of the waters. ഈ വെള്ളത്തിന്റെ എല്ലാ മുഖത്ത് ആഴമായ ഇരുട്ടുണ്ടായിരുന്നു. ഞാൻ എന്റെ ഭാഷ പറയാം കേട്ടോ. ആഴത്തിൽ ഇരുട്ടുണ്ടായിരുന്നു. What is the meaning of darkness? Darkness is ignorance. അല്ല നമ്മുടെ ഈ പ്രവാചകന്മാർ വന്നിട്ട് ഭയങ്കര ഇരുട്ട് കാണുന്നു. കണ്ണടച്ച ഇരുട്ടല്ല, പിന്നെ വെളിച്ചം കാണുന്നു. ഇവിടെ കുടുംബത്തിന് നേരെ ചില ഇരുളിന്റെ ശക്തികൾ വ്യാപരിക്കുന്നു. ആണോ? എന്നിട്ട് ചില ഇരുളിന്റെ അധികാരങ്ങൾ. എന്തോ ഇരുളിന്റെ അധികാരം? എന്തോ ഇരുളിന്റെ ശക്തി? നിന്റെ തലമുറയെ തകർക്കുന്ന ചില ഇരുളിന്റെ ശക്തികൾ. ഏതാ ഇരുള്? അന്ധകാരത്തിന്റെ ലോകാധിപതി. ഏതോ അന്ധകാരത്തിന്റെ ലോകാധിപതി? എന്തോ സാറേ, ഒന്ന് പറ സാറേ. ഇരുളിന്റെ അധികാരത്തെ ദൈവം നമ്മെ വിടുവിച്ചു, സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി. ഏതാ സാർ ഇരുളിന്റെ അധികാരം? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഡാർക്ക്നെസ് അക്കോർഡിംഗ് ടു ദ ബൈബിൾ? സിംപിളി പറയാം. Simply, light, the meaning of light is knowledge. The darkness means ignorance. ഒരു ബോധവും ഇല്ല, ഒരു പൊക്കണവും, ഒരു അറിവുമില്ല, യാതൊരു വിവേകവും ഇല്ല. ബോധവും പൊക്കണവും ഇല്ലാത്ത കൂട്ടത്തിന്റെ പേരാണ് ഇരുട്ട്. അപ്പൊ ഇരുളിന്റെ അധികാരം എന്ന് പറഞ്ഞാൽ എന്താ? വിവരക്കേടിന്റെ അധികാരം എന്ന് അത്രേ ഉള്ളൂ. നിന്നെ തകർക്കുവാൻ ചില ഒരു ഇരുള് വിവരമില്ലായ്മ തന്നെയുള്ള എൻ്റെ അർത്ഥം. ടെൻഷൻ ആവായി. വിവരം കെട്ടവന്മാർ എതിർത്ത് നിൽക്കുന്നു. വിവരം കിട്ടാൻ നിനക്ക് എതിർത്ത് നിനക്കെന്താ കുഴപ്പം? ചുമ്മാ ഒരു തീപ്പെട്ടിക്കുള്ളി മതിയെന്നേ, വിവരക്കിഴങ്ങ് പൊക്കോളൂന്നേ. അത്രേ ഉള്ളൂ. 3 ദിവസം ഉപവാസം നടത്തണ്ട. നിങ്ങളുടെ വീടിന്, നിങ്ങളുടെ തലമുറയ്ക്കെതിരെ അവരുടെ വിദ്യാഭ്യാസത്തിൽ ഭയങ്കര ഇരുട്ടുണ്ടെന്ന് പറഞ്ഞാൽ വെറുതെ തീപ്പെട്ടി ഒന്ന് കത്തിച്ചാൽ മതി. വേദവസം എന്ന് പറഞ്ഞാൽ മുഴുവൻ തീപ്പന്തമാണ്. ഏതെങ്കിലും ഒരു വാക്കി എടുത്ത് കത്തിച്ചാൽ മതി. ഇരുളിന്റെ അധികാരം ഒക്കെ അങ്ങ് പൊക്കോളും. അല്ലാതെ 3 ദിവസം ഉപവാസം ഇരുത്തി നിന്റെ പൈസ 5000 പൊട്ടിച്ച് ഇരുളും പോയില്ല, നിന്റെ പോക്കറ്റും പോയി. അപ്പൊ അവസാനം നിന്റെ പേഴ്സിനകത്തൊരു ഇരുൾ വ്യാപരിക്കും. അതെന്താ? നോട്ടെല്ലാം പോയി. പിന്നെ ഈ പറയുന്ന പുള്ളി അവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേനുള്ള ഇരുട്ടൂടെ പോയി. സമാധാനമായി. ഇതെല്ലാം ജനതയെ കബളിപ്പിക്കുക. ഞാൻ ഒരു കാര്യം പറയാം. whenever you are receiving God's word, you will get the knowledge. The knowledge is the light. When you know the truth shall set you free. നീ അറിവിലേക്ക് എത്തുമ്പോൾ നീ സ്വതന്ത്രനാവും. അത്രേ ഉള്ളൂ. നീ അറിയാത്തിടത്തോളം കാലം നീ ബന്ധനത്തിൽ. നമ്മുടെയൊക്കെ വീഡിയോയുടെ താഴെ വരുന്ന കമന്റ് വായിക്കാനറിയാം കുറെ ജനങ്ങൾ എത്രത്തോളം ഇരുട്ടിലാണ്. ഇവരെ ആഴത്തിൽ മാത്രമല്ല, എവിടൊക്കെയോ ഇരുട്ടാ.
ബൈബിളിലെ പഴയ നിയമത്തില് ആഴത്തിൽ ഇരുളെന്ന് പറയുമ്പോൾ അവിടെ ആ ജനത്തിന്റെ ഉള്ളിൽ ഇന്റേണൽ ഇൻസൈഡിൽ ഇരുട്ടെന്ന, ഇവരെ അകത്തും പുറത്തും ഇരുട്ടാണ്. സ്തോത്രം. അപ്പൊ ഇരുട്ട. അപ്പൊ എന്തുവത്? ജനങ്ങൾ ഇപ്പൊ മനസ്സിലാക്കേണ്ടത് ഉൽപ്പത്തി 1:2 ഇത് ദയവായിട്ട് ശ്രദ്ധിക്കണം. ഇത് നിങ്ങൾ ഇന്ന് വരെ കേൾക്കാത്ത കാര്യമാണെന്ന് എനിക്കറിയാം, പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കൂ. ഇത് സത്യമാണോ? എപ്പോഴും ശ്രദ്ധിക്കും, ഇത് സത്യമാണോ? നിങ്ങളൊരു മുൻവിധിയിലേക്ക് വരുന്നതിന് മുമ്പ് ഇത് ഓഫ് ചെയ്തിട്ട് ദേഷ്യം പിടിച്ചിട്ട് വലിച്ചു പറിച്ചിട്ട് മൊബൈൽ വലിച്ചെറിഞ്ഞിട്ട് പോകണ്ട. ഒന്ന് വെയിറ്റ്, ഹോൾഡ് ഓൺ. ഇത് ഈ പദങ്ങൾ തന്നെ അപ്പോസ്തലനായ പൗലോസ് എവിടെയാണ് എഴുതിയേക്കതേ നോക്കാം. അതായത് ഈ ഉൽപ്പത്തി 1:2, 3 വാക്യങ്ങളെ അപ്പോസ്തലനായ പൗലോസ് ഇതേ വേർഡിനെ കോട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കത് വായിക്കാം. 2 കൊരിന്ത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം. ഇനി ശ്രദ്ധിക്കണം, ഇരുളിൽ നിന്ന്. ഞാൻ ആ വാക്യം ഉൽപ്പത്തിയിൽ ഒന്നുകൂടെ പോട്ടെ. ആരത്തിന് മേലുണ്ടാകുന്ന ദൈവത്തിനാമ വെള്ളത്തിന്മേൽ പരിവർത്തിച്ചു. ദൈവം വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചം ഉണ്ടായി. ഞാൻ അതോടെ വായിച്ചിട്ട് കൊണ്ട് തിരിച്ചു തരാം. അപ്പൊ ദൈവം എന്താ കൽപ്പിച്ചു? ലെറ്റ് there be light. ദൈവം വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു, വെളിച്ചം ഉണ്ടായി. ഓക്കെ. ഇരുളിൽ നിന്ന് 2 കൊരിന്ത്യ ലേഖനം 4:6, ഇരുളിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണം എന്ന് അരുളി ചെയ്ത ദൈവം. ഇരുളിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണം എന്ന് അരുളി ചെയ്ത ദൈവം. ഇത് എവിടുത്തെ സന്ദർഭമാണ്? എപ്പോഴാണ് ദൈവം ഇരുളിൽ നിന്ന് വെളിച്ചം വരണമെന്ന് അരുളി ചെയ്തത്? ഉൽപ്പത്തി 1:3 വാക്യം. പോൾ എവിടുന്ന ഈ വേർഡ് എടുക്കുന്നത്? He's taking these words from Genesis chapter 1 verse 3. The God who commanded the light to come out of darkness. ദൈവം വെളിച്ചത്തെ ഇരുളിൽ നിന്ന് പുറത്തു വരണമെന്ന് കൽപ്പിച്ചു. Let there be light. Let there be light. ഹയ. യഹി എന്ന വേർഡിന്റെ മറ്റൊരു പദം ഹയ എന്നാണ്. ഹയ. യഹി ഊർ. And Elohim said light will exist. അങ്ങനെ ആയിരിക്കും ഇംഗ്ലീഷ്. അവന്റെ മെക്കാനിക്കൽ ലൈറ്റ് വിൽ എക്സിസ്റ്റ്. And light existed. ഉണ്ടാകട്ടെ എന്നല്ല, ലൈറ്റ് വിൽ എക്സിസ്റ്റ്. വെളിച്ചം നിലനിൽക്കും. വെളിച്ചം നിലനിന്നു. അപ്പൊ ദൈവം എന്താ കൽപ്പിക്കുന്നത്? ലെറ്റ് there be light. Ve'yomar, he says, and will he say, അവൻ പറഞ്ഞു, എലോഹിം പറയുകയാണ്, യഹി ഓർ വഇഹി ഓർ. അങ്ങനെ എഴുതി. വെളിച്ചം ഉണ്ടാകട്ടെ. യഹി ഓർ. വെളിച്ചമുണ്ടായി. അപ്പം വെളിച്ചത്തെ, ഇരുളിൽ നിന്ന് വെളിച്ചം വരണമെന്ന് ദൈവം കൽപ്പിച്ചു. എപ്പോ കൽപ്പിച്ചു? ഉൽപ്പത്തി 1:3. വായിക്കൂ. 2 കൊരിന്ത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. എന്ന് അരുളിച്ചത് യേശുക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിന്റെ ഇനി ശ്രദ്ധിച്ചു നോക്കണം. ഇരുളിൽ നിന്ന് വെളിച്ചം ഉണ്ടാകണം എന്ന് അരുളി ചെയ്ത ദൈവം, ഇരുളിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണം എന്ന് അരുളി ചെയ്ത ദൈവം, യേശുക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം, യേശുക്രിസ്തുവിന്റെ മുഖത്തുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം. അപ്പൊ യേശുക്രിസ്തുവിന്റെ മുഖത്ത് എന്തുണ്ടെന്നാ? യേശുക്രിസ്തുവിന്റെ മുഖത്ത് ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം. ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം. ദ എപ്പിഗ്നോസിസ് ഓഫ് ദ ഗ്ലോറി ഓഫ് ഗോഡ്. ദൈവത്തിന്റെ പരിജ്ഞാനത്തിന്റെ പ്രഭ എവിടെ ഇരിക്കുന്നു? ക്രിസ്തുവിന്റെ മുഖത്തുണ്ട്. ആ മുഖത്ത് പ്രകാശിക്കുന്ന ദൈവപരിജ്ഞാനത്തിന്റെ പ്രഭ നമുക്ക് വിളങ്ങേണ്ടതിന് എന്ന് പറഞ്ഞാൽ മനസ്സിലാകേണ്ടതിന് ഞങ്ങളുടെ ഹൃദയത്തിൽ പ്രകാശിച്ചിരിക്കുന്നു. എന്ത് പ്രകാശിച്ചിരിക്കുന്നു? അതായത് യേശുക്രിസ്തുവിന്റെ മുഖത്തുള്ള ദൈവദേശത്തിന്റെ പരിജ്ഞാനം ഞങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി
ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണം എന്ന് അരുളി ചെയ്ത ദൈവം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഉൽപ്പത്തി പുസ്തകത്തിൽ വെളിച്ചം വരട്ടെന്ന് കൽപ്പിച്ച ആ ദൈവം തമ്പുരാൻ ഒരു കാര്യം ചെയ്ത് എന്താ ഇത്? യേശുക്രിസ്തുവിന്റെ മുഖത്തുള്ള ദൈവപരിജ്ഞാനത്തിന്റെ തേജസ് ഞങ്ങൾക്ക് മനസ്സിലാകേണ്ടതിന്, അത് വിളങ്ങേണ്ടതിന്, ഞങ്ങൾ അതിനകത്ത് അപ്രിഹെൻഡ് ചെയ്യണം, ഞങ്ങൾ അതിനകത്ത് പാർട്ടിസിപ്പന്റ് ചെയ്യേണ്ടതിന്, ഞങ്ങൾ അതിന്റെ പങ്കാളിയായി മാറേണ്ടതിന്, ഞങ്ങൾ അതോട് ഫെലോഷിപ്പിൽ എത്തേണ്ടതിന്, അങ്ങനെയൊക്കെ അതിനർത്ഥമുണ്ട് വിളങ്ങുക എന്നുള്ളത്. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ആര് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചു? ദൈവം. അതായത് വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ ആ ദൈവം തന്നെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിക്കുന്നു. അപ്പൊ ദൈവം ഞങ്ങളുടെ അകത്ത് പ്രകാശമായിട്ട് വന്നിട്ട് എന്തിനാ പ്രകാശിച്ചത്? കർത്താവായ യേശുക്രിസ്തുവിന്റെ മുഖത്തുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, ഇത് എവിടുത്തെ ഏതാ ഈ വാക്യത്തിന്റെ ഉത്ഭവം? ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായമാണ്. അപ്പൊ അവിടെ എന്താണ്? ആഴത്തിന്റെ മീതെ ഇരുട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഈ വെള്ളം എന്തിനെ കാണിക്കുന്നു? ജനത്തെ കാണിക്കുന്നു. ആദം എന്ന് പറയുന്ന ഉടമ്പടിയുടെ മനുഷ്യൻ ഉണ്ടാകുന്നതിന് മുൻപ് ഭൂമിയിൽ ഉണ്ടായിരുന്ന ജനവിഭാഗം, ജനസമുദ്രമാണത്. നമ്മൾ കണ്ടിട്ട് ജനസമുദ്രം എന്ന് പറഞ്ഞാൽ വലിയ ജനത്തിന്റെ കൂട്ടമാണ്. ഈ കൂട്ടത്തിൽ മൊത്തം ഇരുള. എന്താ? they were ignorant of the revelation of God. ദൈവത്തെ സംബന്ധിച്ച് പരിജ്ഞാനമില്ലാത്തവർ, ദൈവാബോധമില്ലാത്തവർ, ദൈവത്തെ അന്വേഷിക്കാത്തവർ, ദൈവമുണ്ടോ എന്ന് പോലും അറിയാത്തവർ, തങ്ങളാരെന്ന് തങ്ങൾക്കറിയാത്ത സ്വയം ഐഡന്റിറ്റി ഇല്ലാത്തവർ, തങ്ങളാരെന്നും അറിയത്തില്ല, ദൈവമാരെന്നും അറിയാതെ മൃഗവും മനുഷ്യനും ഒരുപോലെ തുല്യമായി ജീവിക്കുന്ന കാലത്ത് the Holy Spirit was, the wind of Elohim was fluttering over the face of the water. വെള്ളത്തിന്റെ മീതെ പരിശുദ്ധ റൂഹ ആടി ഉലഞ്ഞ് എങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തിനാ പരിശുദ്ധാത്മാവേ ഈ ജനക്കൂട്ടത്തിന്റെ തലയ്ക്ക് മീതെ മൂവ് ചെയ്യുന്നത്? Let somebody receive the light. ഇതിൽ ഏതെങ്കിലും ഒരാളുടെ പുറത്ത് ലൈറ്റ് വേണം. ആമേൻ. അങ്ങനെ ജനങ്ങളുടെ അകത്ത് പ്രകാശം വരണം, ദൈവത്തെ സംബന്ധിച്ച ബോധം വരണം, ദൈവപരിജ്ഞാനം വരണം, ദൈവത്തെ അന്വേഷിക്കുന്ന സ്വഭാവം വേണം. ഈ മനുഷ്യർക്ക് പ്രകാശം വരണം. ഇരുട്ടിക്കിടക്കുന്ന ഇവർ ദൈവത്തെ അന്വേഷിക്കുന്ന ബോധത്തിലേക്ക് വരേണ്ടതിന് മഹാദൈവം വെളിച്ചം വരട്ടെ എന്ന് കൽപ്പിക്കുക. വെളിച്ചം ഉണ്ടാകട്ടെ. മലയാളത്തിൽ let there be light. ഞാൻ അതിന്റെ ഹീബ്രുവിൽ മറ്റൊരു ഭാഗത്ത് വായിച്ചിങ്ങനെ God wish for the light. ദൈവം ചെയ്തു വരണമെന്ന് ആഗ്രഹിച്ചു എന്നാണ് അർത്ഥം, അല്ലാതെ ഉണ്ടാകട്ടെ എന്നുമല്ല. God wish for the light. God wishes for the light. ദൈവം വെളിച്ചത്തെ വരുവാൻ ആഗ്രഹിച്ചു. ഡിസയർ, അവന്റെ ആഗ്രഹം. എവിടെ? ഫേസ് ഓഫ് ദ ഡീപ്പ്. മനുഷ്യന്റെ ഉള്ളിന്റെ ഉള്ളിൽ ആഴമായും ഇരുട്ടും മാത്രം എന്ന് പറഞ്ഞാൽ അവിടെ പുറത്തും അകത്തും മനസ്സിലും ചിന്തയിലും ഒന്നും ദൈവത്തെക്കുറിച്ച് ഒരു ബോധവുമില്ലാത്ത ഇരുട്ടിൽ കിടന്നവരോട് പറയുന്നു വെളിച്ചം വരട്ടെ. You must connect these words with 2 Corinthians chapter 4 verse 6. ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളിച്ചത് ദൈവം ക്രിസ്തുയേശുവിന്റെ മുഖത്തുള്ള ദൈവദേശത്തിന്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. It's all about the people of darkness. അപ്പൊ വെളിച്ചത്തെ എവിടെ കൊണ്ടുവന്നത്? പച്ചവെള്ളത്തിന്റെ പുറത്തല്ല. ആദ്യം വെളിച്ചം ജനസമൂഹത്തിന്റെ മുഖത്തേക്ക് വെളിച്ചം വരിക. ക്രിസ്തുവിന്റെ മുഖത്തുള്ള തേജസ് ഇവരുടെ മേൽ പ്രകാശിക്കുക. അങ്ങനെയാണെങ്കിൽ ആദ്യമായിട്ട് അവിടെ വെളിച്ചമായി വെളിപ്പെട്ടത് ആരാണ്? Believe that is Christ. In the beginning was the word was with God, and word was God. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുമായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ജീവനാണെന്ന്, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. Him was the life, that life was the light of man. Let there be light. അതിന്റെ അർത്ഥം എന്താണ്? വെളിച്ചം വന്നാൽ കൂട്ടത്തിൽ എന്തും വരും? ലൈഫ് വിൽ കം. മറക്കരുതേ. അപ്പൊ ഞാൻ മനസ്സിലാക്കി വരുന്ന ആദമിന് മുമ്പ് മനുഷ്യനുണ്ടായിരുന്നു. ആരാണ് ഈ മനുഷ്യരെന്നാണ് ഉൽപ്പത്തി 1:3 നിന്നും നമ്മൾ തെളിയിച്ചത്. ഇത് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. മറക്കണ്ട, ഐ വിൽ കണ്ടിന്യൂ ഫ്രം ദിസ് പ്ലേസ്. ഇവിടെ നിന്ന് അടുത്തൊരു വീഡിയോ വരും.
നിശ്ചയമായിട്ടും അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. കാരണം ഇറ്റ്സ് എ ലോങ് മെസ്സേജ്. കാരണം എനിക്ക് കുറച്ചു നേരം 5 മിനിറ്റ് 10 മിനിറ്റ് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് ആളുകൾ അങ്ങനെയല്ല. ഐ നീഡ് ടു ടീച്ച് ദ വേർഡ്. ഐ നീഡ് ടു ദൈവത്തോടെ എനിക്ക് കണക്ക് ബോധിപ്പിക്കേണ്ടത്. ദൈവം അത് അറിയുന്നു എൻ്റെ ഹൃദയം. നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇത്രയും നിങ്ങൾ മനസ്സിലാക്കിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ദൈവം ആഴത്തിന്റെ മീതെ ഇരുള്, ആ ഇരുള് ഇഗ്നറൻസാണ്, ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനമില്ലായ്മയാണ്, ഇരുട്ടാണ്. അപ്പൊ ദൈവം എന്ത് ചെയ്തു? വെളിച്ചത്തെ കൊണ്ടുവന്നു. എന്തിനു മേൽ? വെള്ളത്തിന് മേൽ. വെള്ളം എന്താണ്? ജനങ്ങൾ, സിവിലൈസേഷൻസ്, പീപ്പിൾ ബിഫോർ ആദം. The waters was the nations. ജനസമുദ്രം, ജനക്കൂട്ടം വെളിച്ചത്തെ വരാൻ കൽപ്പിച്ചു. സോ ഇന്ന് ഞാൻ ഇവിടെ നിർത്തുന്നു. ലെറ്റ് there be light. അന്ന് ദൈവം അവിടെ പറഞ്ഞ പോലെ ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ വചനത്തെ സംബന്ധിച്ച ഒരു വെളിച്ചം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അടുത്ത നമ്മുടെ സ്റ്റഡി വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. മഹാദൈവം തന്റെ കൃപയാൽ നിങ്ങളുടെ ഹൃദയ ദൃഷ്ടിയെ പ്രകാശിപ്പിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.